പുഷ്പ വളരെ ഗംഭീരമായിട്ടുള്ള മേക്കിങ്ങാണ്. എന്നിലെ പ്രേക്ഷകൻ എന്ത് പ്രതീക്ഷിച്ചോ അതെനിക്ക് 100% തിയേറ്ററിൽ കിട്ടി. അതിലെടുത്ത് പറയേണ്ടത് അല്ലു അർജുൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഗംഭീരമായിട്ട് അദ്ദേഹം ആ ഫസ്റ്റ് സിനിമയിൽ നമ്മൾ കണ്ടതിൻ്റെ ഒരു കുറച്ചും കൂടെ മടങ്ങുകൾ ടൈംസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനെ കുറച്ചും കൂടെ ഒന്ന് ഡീപ്പ് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാലം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും കൂടെ ഇതിനകത്ത് കൂടുതലായിട്ട് അൺവെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി നമ്മൾ ഇന്ന് വരെ ഇന്ത്യൻ പനോരമയിൽ സിനിമകളിൽ കണ്ടിട്ടില്ലാത്ത ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് എല്ലാ രീതിയിലും അതിൻ്റെ ലൈറ്റിംഗ് ആയിരുന്നാലും ഈ നൈറ്റ് ഷോട്ട്സിലൊക്കെ ഇത്രയും കളർഫുൾ ആക്കുന്നത് ശരിക്കും ഒരു മാജിക്കൽ ലൈറ്റിംഗ് തന്നെയാണ്. അപ്പോൾ അത് സിനിമാറ്റോഗ്രഫിയുടെ ഹൈറ്റ്സ് ആണെന്ന് പറയാം. അത് ഗംഭീരമായിട്ടുണ്ട്. അതിൽ തന്നെ കുറേ ഫൈറ്റ് എനിക്ക് തോന്നുന്നു പഴയ പീറ്റർ ഹെയ്ൻ തന്നെ തോന്നുന്നു ഇതിനകത്തും ചെയ്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പാട്ടുകളെല്ലാം കൊള്ളാം. പക്ഷേ പാട്ടുകൾ കുറച്ചും കൂടെ എക്സ്പെക്റ്റ് ചെയ്ത്, കാരണം കുറച്ചും കൂടെ ആ ഒരു ശ്രീവല്ലി എന്ന് പറയുന്ന പാട്ടിനെ പോലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ളൊരു പാട്ട് ഇതിനകത്ത് ഇല്ലായിരുന്നു. അത് ശരിക്കും മിസ് ചെയ്തു. പിന്നെ ഇതിനകത്ത് നമ്മൾ കാന്താരയിലൊക്കെ കണ്ട പോലുള്ളൊരു അല്ലു അർജുൻ പെർഫോമൻസ് ഉണ്ട്. അത് ഗംഭീരമാണ്. ആ സാധനം എനിക്ക് തോന്നുന്നു അവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുത്തിരിക്കുന്ന അജ്നേഷ് ലോക്നാഥ് തന്നെയാണെന്ന് സംശയമുണ്ട്. കാരണം ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു താങ്ക്സ് ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പം മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഒരു സ്കോർ, കാരണം ആ സിനിമയ്ക്കകത്തുള്ള എൻറ്റയർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പോർഷനിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ടുണ്ടത് മിക്കവാറും അജ്നേഷ് ലോക്നാഥ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതെല്ലാം കോർത്തിണക്കുമ്പോഴത്തേക്ക് ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ്, അതായത് നമ്മളൊരു സിനിമയ്ക്കകത്ത് ഫൈറ്റ്, പാട്ട് ഇതെല്ലാം ആഗ്രഹിച്ച്, അതും വലിയൊരു സ്കെയിലിൽ നമ്മളത് ആഗ്രഹിച്ച് സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് അതിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ലെവലിന് ഒത്ത ഒരു ഔട്ട്പുട്ട് ഈ സിനിമ വന്നിട്ടുണ്ട്. അത് ഈവൻ ഫസ്റ്റ് സിനിമയുടെ ഒരു സീക്വൻസ് ഉണ്ട്, അത് ശരിക്കും ഒരു ഇൻ്റർനാഷണൽ സ്കെയിലിലോട്ട് സിനിമയെ മാറ്റാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ എങ്കിലും അത് ഗംഭീരമായിട്ടാണ് അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് CG ഉണ്ട്, വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതെങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഭയങ്കര അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. ഒരു ഷിപ്പ് യാർഡിൽ വെച്ചുള്ളൊരു ഫൈറ്റാണ്. അത് ഗംഭീരമായിട്ടുണ്ട്. അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് പുഷ്പ എന്ന് പറയുന്ന സിനിമ അതിനൊത്തൊരു സ്കെയിലായിരുന്നത്. ആ സിനിമ പാൻ ഇന്ത്യ വൈസ് ഉണ്ടാക്കിയൊരു ഓളം, അത് ഇതിൻ്റെ ഡയറക്ടറെയും ഇതിൻ്റെ റൈറ്ററെയും ഒക്കെ ഒരുപാട് ഒരാൾ തന്നെയാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് പ്രഷറിലാഴ്ത്തി കണക്ക് ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് 10 times മോർ ആണെന്ന് ഇവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സോങ് അൺവെയിലിംഗ് വീഡിയോയിലൊക്കെ ഇവർ പറയുന്നുണ്ട്. ഒരു 10 times ബിഗ്ഗർ ആണ് സ്കെയിൽ എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ അവർ പ്രോമിസ് ചെയ്ത ആ ഒരു 10 times ആക്കിയപ്പോഴത്തേക്ക് ആ ഒരു പുഷ്പ എന്ന് പറയുന്ന ഒരു എത്രയൊക്കെ ആയിരുന്നാലും അദ്ദേഹം ഒരു മരം വെട്ടുകാരനായിട്ട് തുടങ്ങുന്ന ഒരു ജേണി, അതിൽ ഇത്രയും വലിയൊരു സ്കെയിലിൽ ഈ സാധനം കാണിച്ചപ്പോൾ എവിടെയൊക്കെ കുറച്ചൊന്ന് ഓവറായിപ്പോയി എനിക്ക് തോന്നി. ഈവൻ ഫൈറ്റ് സീക്വൻസ് ആയിരുന്നാലും നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് ഒരാളെങ്ങനെ ഫൈറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ ലോജിക്കൊന്നും നോക്കണ്ട. പക്ഷേ എങ്കിലും അവിടെയൊക്കെ നമുക്ക് ആ പഴയ പീറ്റർ ഹെയ്ൻ്റെ ആ ഒരു സ്റ്റൈല്, അത് കുറച്ചും കൂടെ ആ കാട്ടിൽ വെച്ചൊക്കെ ഉള്ളൊരു ഫൈറ്റ്, പുഷ്പയിലുള്ള ഫൈറ്റൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് ഓവറോൾ എൻറ്റയർ സീക്വൻസുകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് സ്കെയിൽ വലുതാണ്. ബട്ട് ആ ചെറിയ സ്കെയിലിൽ പോലും ഉണ്ടായിരുന്ന ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് അത്രത്തോളം ഈ സാധനത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് എവിടെയൊക്കെ ഫീൽ ചെയ്തു. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കഥാപാത്രത്തിനെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് ഇവർ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നി. എന്തായാലും പുഷ്പ 3 ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇനി എങ്ങനെയാണ് ഇവർ സ്കെയിൽ ചെയ്യാൻ പോകണമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു ദൃശ്യ ആവിഷ്കാരം തന്നെയാണ്. പിന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പറയേണ്ടതെന്ന് രാജകൃഷ്ണനൊക്കെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഹെവി ആയിട്ടുണ്ട്. തിയേറ്റർ അങ്ങനെ ഇളക്കി മറിക്കുന്ന കുറേ രംഗങ്ങൾ, ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ കാന്താരയിലൊക്കെ ഉള്ള പോലുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഗംഭീര ചിത്രീകരണമാണ്. അപ്പോൾ എന്തായാലും എന്നിലെ പ്രേക്ഷകനെ 100% ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിക്ക് ഞാൻ IMDbയിലും മൂവി ബുക്കിങ്ങിലും ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.